ഹലോ ഗൈസ്, നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെ കവർ ചെയ്യാമെന്നൊന്ന് പഠിച്ചാലോ. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ കവർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഡാർക്ക് ചോക്ലേറ്റ് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് മിൽക്ക് ചോക്ലേറ്റും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2:1 റേഷ്യോയിലാണ് കൊടുത്തേക്കുന്നത്. ചോക്ലേറ്റ് അതിൻ്റെ ഇരട്ടി, ക്രീമിൻ്റെ ഇരട്ടി ചോക്ലേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു ക്രം കോട്ട് പോലെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെയാണ് രണ്ടാമത്തെ കോട്ടിങ് കണ്ടോ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പിസ്സ ഗോപുരം പോലെയായിരുന്നു കേക്ക് ഇരുന്നത്. പിന്നെ അതിൻ്റെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്ത് ആ പിസ്സ ഗോപുരം ഞാൻ സ്ട്രെയിറ്റ് ആക്കി എടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യം ഇടുന്ന കേക്കിൻ്റെ ഷേപ്പാണോ നോക്കി, ഒട്ടുമല്ല. അത് മൊത്തം ഇങ്ങനെ സൈഡിലും ഒക്കെ കൊടുത്ത് സ്ക്രേപ്പർ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചോക്ലേറ്റ് ഉള്ള സ്ഥലമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ പിസ്സ ഗോപുരം സ്ട്രെയിറ്റ് ആക്കുന്നത്. അപ്പം ഫൈനൽ ലുക്ക് വന്നാൽ ഭയങ്കര രസമായിരുന്നു. അകത്തെ ഫില്ലിങ് കൊടുത്തേക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അവർക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അകത്തെ ഫില്ലിങ് കൊടുത്തേക്കുന്ന മിൽക്ക് ചോക്ലേറ്റാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രേപ്പർ ഇടയ്ക്കൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് സൈഡിൽ ഒരു പാടുമില്ലാത്ത രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനത് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രേപ്പർ ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട്. അതൊരു ട്രിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.